ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഈ ഖുർആനിനെ നമ്മൾ വിമർശിക്കുമ്പോൾ പലർക്കും വല്ലാത്ത പ്രയാസമാണ്, വിഷമമാണ്. അത് സ്വാഭാവികവുമാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഒരു മതത്തെ, മതപ്രമാണത്തെ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ഭക്തിപൂർവം ആരാധിക്കുകയും പ്രതീക്ഷ അർപ്പിക്കുകയും നമ്മുടെ സകലമാന പ്രയാസങ്ങളും ആവലാദികളും വേവലാദികളും ഒക്കെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന നമുക്ക് രക്ഷയാണ്, സഹായമാണ്, മോക്ഷമാണ്, ആശ്വാസമാണ് എന്നൊക്കെ നമ്മൾ കരുതി നെഞ്ചോടടുക്കി പിടിക്കുന്ന ദൈവത്തെയോ ദൈവത്തിൻ്റെ ദൂതനെയോ ദൈവിക പ്രമാണങ്ങളെയോ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിലൊരു വേദനയുണ്ടാകും. വിമർശിക്കുന്നവരോട് അമർഷമുണ്ടാകും. അവരെ ഇല്ലാതാക്കാനുള്ള സകല കലിയും നമുക്കുണ്ടാകും. അത് സ്വാഭാവികമാണ്. കാരണം ഞാനും അതേ ശ്രേണിയിൽ നിന്ന് തന്നെ വന്നതാണ്. അതേ അവസ്ഥ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ഈ നമ്മൾ ഇന്ന് കാണുന്ന ഞങ്ങള് വിമർശനാത്മകമായി നിങ്ങളെ കാണിക്കുന്ന ഈ ഖുർആനും ഹദീസുകളും ഒന്നും ഇസ്ലാമിന്റെ ശത്രുക്കളോ വിമർശകരോ എഴുതിയതല്ല. ഇത് ഇസ്ലാമിന്റെ വലിയ വലിയ പണ്ഡിതന്മാർ വർഷങ്ങൾ നീണ്ട പഠനത്തിനൊടുവിലാണ് അവരിതൊക്കെ എഴുതിയിരിക്കുന്നത്, വരുന്ന തലമുറയ്ക്കൊരു മുതൽക്കൂട്ടായിട്ട്. ആദ്യമായി ഖുർആനിന്റെ പരിഭാഷ എഴുതിയത് അറബി മലയാളത്തിലായിരുന്നു, നേർക്കുനേരെയുള്ള മലയാളത്തിലായിരുന്നില്ല. പിന്നീടാണ് മലയാളത്തിലേക്കുള്ള പരിഭാഷയായി. ആ മലയാളത്തിലേക്കുള്ള ഒരു പരിഭാഷയിൽ നിന്നില്ല, ഒരുപാട് പരിഭാഷകളായി, അതിന് വിശദീകരണങ്ങളായി. ആ പരിഭാഷ എന്താണ്, അതിന്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ പിന്നീട് ഹദീസുകൾ വേണമായിരുന്നു. ഹദീസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തതിന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഖുർആനിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളും പ്രവാചകന്റെ ബയോളജിക്കൽ ഹിസ്റ്ററി എഴുതിയ പുസ്തകങ്ങളും എന്ന് വേണ്ട ഒരുപാട് പ്രമാണങ്ങൾ അനിവാര്യമായിരുന്നു. ഇപ്പോ നമ്മുടെ പന്താവൂർ എഴുതിയ പുസ്തകമുണ്ട്. അവരൊക്കെ ഇസ്ലാമിന്റെ വലിയ വലിയ അപ്പോസ്തലന്മാരാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഏറെ പരിശ്രമിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. ഖുർആനിൽ ഒരു പരാമർശമുണ്ട്, നബിക്ക് ഇനി കെട്ടണ്ട നബിയോട് എന്ന് പറയുന്ന ഒരു പരാമർശം. അതിന്റെ സാഹചര്യങ്ങൾ എഴുതിയതെല്ലാം ഏത് ഖുർആൻ പരിഭാഷ എടുത്ത് നോക്കിയാലും വ്യത്യസ്തമായിരിക്കും. നബിയോട് പറഞ്ഞത് മറ്റുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ ഇനി നീ ആകൃഷ്ടനായാലും ഇനി നീ കെട്ടേണ്ട മക്കളെ നിർത്തിക്കോ, ഈ ഏർപ്പാടിന് നമുക്ക് വേണ്ട എന്ന് അള്ളാഹു പ്രവാചകനോട് നേരിട്ട് തന്നെ പറയുന്ന വചനമാണ് 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ വചനം. അതിന്റെ ഏത് പരിഭാഷകന്റെ വിശദീകരണം എടുത്തു നോക്കിയാലും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെയാണ് 66-ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു, തെറ്റിയിട്ടില്ല, 66 തന്നെയാണ് തഹരീം. അതിലെ 1-ാമത്തെ വചനം തുടങ്ങുന്നത് തന്നെ നബിയോടുള്ള ഒരു കൽപ്പനയുമായിട്ടാണ്, നബിക്കുള്ള ഒരു താക്കീതാണ്. അള്ളാഹു നിനക്ക് അനുവദിച്ചു നൽകിയതിനെ നിഷിദ്ധമാക്കാൻ നിനക്ക് എന്താണ് അധികാരം, നീ എന്തിനാണ് നിഷിദ്ധമാക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ വിശദീകരണങ്ങളാണ് ഏറെ രസകരമായിട്ടുള്ളത്. ഓരോരുത്തരും എഴുതുന്നത് ഓരോരോ സന്ദർഭങ്ങളാണ് എന്നുള്ളതാണ്. ആദ്യം ഞാൻ ഈ പറഞ്ഞ ഖുർആൻ വചനവും അതിന് KVM പന്താവൂർ എഴുതിയ വിശദീകരണവും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമ്മളിനിയും ഖുർആനിലെ ആ ആയത്തൊന്ന് പരിശോധന വിധേയമാക്കുമ്പോൾ നബിയുടെ ഈ വിഷയത്തിലെ നിഷ്കളങ്കത നമുക്ക് വ്യക്തമാകും. 33 അൽ അഹ്സാബ് എന്ന അധ്യായമാണ്, അതിന്റെ 52 വചനം. ലാ യഹില്ലു ലക്കൻ നിസാഉ മിൻ ബഅദു വലാ അൻ തബദ്ദല എന്ന് തുടങ്ങുന്ന വചനമാണ്. ഇനിമേൽ നിനക്ക് വേറെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല, ഇവർക്കു പകരം വേറെ ഭാര്യമാരെ സ്വീകരിക്കുവാനും അനുവാദമില്ല. അവരുടെ സൗന്ദര്യം നിനക്ക് കൗതുകം തോന്നിച്ചാലും ശരി, നിന്റെ വലതു കൈ ഉടമപ്പെടുത്തിയവർ, അതായത് അടിമ സ്ത്രീകൾ ഒഴികെ, അള്ളാഹു എല്ലാ കാര്യവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. ഇതാണ് ഈ വചനം. 52 ഇതിനകത്ത് 51 പറയുന്നത് നമുക്കറിയാം, ഇഷ്ടമുള്ള ഭാര്യമാരെ സ്വീകരിക്കാം, ഇഷ്ടമുള്ളവരെ ഒഴിവാക്കി നിർത്താം, ഒഴിവാക്കുന്നവരെ അടുപ്പിക്കണമെങ്കിൽ അതുമാകാം.
ഇതിനകത്ത് പറയുന്നത് ഉമ്മയും പെങ്ങളും ഭാര്യയും ഒഴികെ, അല്ല ഉമ്മയും പെങ്ങളും മകളും ഒഴികെ ബാക്കി എല്ലാവരെയും അനുവദനീയമാക്കി കൊടുക്കുന്ന ഒരു വചനമാണ് 33-ൽ 50-ാമത്തെ വചനം. ചെറിയാപ്പൻ്റെ മകളെയും ചെറിയമ്മയുടെ മകളെയും മാമാടെ മോളെയും മാവിയുടെ മോളെ എല്ലാവരെയും, ഇനി കണ്ടവന്റെ മക്കളാണെങ്കിൽ അവർ ദാനം ചെയ്താൽ അതും സ്വീകരിച്ചോളാം അള്ളാഹു പറഞ്ഞേക്കുക. ഇത് KVM പന്താവൂർ മുസ്ലിയാർ എഴുതിയ ഖുർആൻ പരിഭാഷയാണ്. അറിയപ്പെടാത്ത ഏടുകൾ എന്നുള്ള പുസ്തകത്തിൻ്റെ 65-ാമത്തെ പേജാണ്. നബിയെ ഇനി താങ്കൾക്ക് ഭാര്യമാരെ സ്വീകരിച്ചുകൂടാ എന്നുള്ള ഖുർആൻ അഹ്സാബിലെ 33-ാം അധ്യായത്തിലെ 52-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനിയും സ്വീകരിക്കാമെന്ന ആയത്തുകൊണ്ട് ദുർബലപ്പെടുത്തി ഇനിയും വിവാഹമാകാം നബിക്കെന്ന് നിയമം വന്നു. കാര്യം മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. കുരുത്തം കെട്ട ഇടമറുക് ഇതിനെക്കുറിച്ച് പറഞ്ഞു. നബി തൻ്റെ വെള്ളാട്ടിയുമായി ഇണചേരുന്നത് ഭാര്യ കണ്ടപ്പോൾ അതാരോടും പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇനി വിവാഹം കഴിച്ചുകൂടുന്ന ആയത്തിറങ്ങിയതെന്ന്. പിന്നെ ആ ഭൂകമ്പം അടങ്ങിയപ്പോഴാണത്രേ വീണ്ടും വിവാഹമാകാമെന്ന് ആയത്തു വന്നത്. മഞ്ഞക്കണ്ണടയിലൂടെ നോക്കുമ്പോൾ ലോകമാകെ മഞ്ഞ നിറമാകുക സ്വാഭാവികം. ഇതൊന്നും മറുപടി അർഹിക്കുന്നില്ല. ഇവിടെയും ആയത്തിന്റെ പദങ്ങൾ മാത്രമാണ് ദുർബലപ്പെടുത്തിയത്. അതിന്റെ വിശദീകരണം: തിരുമേനി തൻ്റെ വെള്ളാട്ടിയായ മാരിയത്തുൽ കിബിത്തിയയുമായി ഹഫ്സയുടെ കിടക്കയിൽ വെച്ച് ഇണ ചേർന്നതു നേരാണ്. കണ്ടല്ലോ, KVM പന്താവൂരാണ്, ഇസ്ലാമിൻ്റെ ആളാണ്, മുസ്ലിം അപ്പോസ്തലനാണ്, ഇസ്ലാമിക ലോകം കീഴടക്കിയ എഴുത്തുകാരനും പണ്ഡിതനുമാണ് അദ്ദേഹം. അടുത്തത്, അതിൽ തെറ്റൊന്നുമില്ല. കാരണം വെള്ളാട്ടികളുമായി ഇണചേരാം. അത് ഹഫ്സയുടെ വിരിപ്പിൽ വെച്ചായതാണ് ഹഫ്സയെ ചൊടിപ്പിച്ചത്. നബിയുടെ ഭാര്യയാണ് ഹഫ്സ, അല്ലാതെ നബി ഒരു ഹറാം ചെയ്തതുകൊണ്ടല്ല. ഹഫ്സ ക്ഷോഭിച്ചപ്പോൾ നബി സത്യം ചെയ്തു, ഇനി ഈ വെള്ളാട്ടി എനിക്ക് ഹറാമാണെന്ന്. ഇതാരോടും പറയരുതെന്നും നബി ഹഫ്സയോട് പറഞ്ഞു. ഹഫ്സ ആ കൽപ്പന ലംഘിച്ചു. അത് അങ്ങാടിപ്പാട്ടായി. അപ്പോൾ അടുത്ത ആയത്തിറങ്ങാണ്. അപ്പോൾ ഈ ആയത്തിറങ്ങി. അയ്യുഹൻ നബിയു, ഏ പ്രവാചകരെ, ഏ നബിയെ എന്ന് തുടങ്ങിയിട്ടാണ്. ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക യബ്തഗി മർളാത അസ്വാജിക വല്ലാഹു ഗഫൂറുർ റഹീം. ഓ നബി, നീ എന്തിനാണ് നിന്റെ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് അല്ലാഹു അനുവദിച്ചു തന്നത് നിഷിദ്ധമാക്കുന്നത്? അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഈ വചനം തലയ്ക്കകത്ത് ആള് താമസമുള്ളവന് മനസ്സിലാകും എന്താണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്ന്. അപ്പോൾ അല്ലാഹു ചില കാര്യങ്ങൾ നബിക്കു മാത്രമായി ഫേവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നബിയുടെ ഏതെങ്കിലും ഭാര്യമാരെന്തെങ്കിലും തരത്തിൽ നിങ്ങളുമായി തർക്കമുണ്ടാക്കിയതു കൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിഷിദ്ധമാക്കണ്ട, തടയണ്ട, ഹറാമാക്കണ്ട, അനുവദനീയമല്ലാതാക്കണ്ട. നിങ്ങൾക്ക് യഥേഷ്ടം അനുവദിച്ചു തന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കിക്കൊള്ളുക എന്ന് അള്ളാഹുവിൻ്റെ താക്കീതും കൽപ്പനയും കൂടിയാണിത്.